അതവർക്കൊരു അനുഗ്രഹമായി. അവർ അങ്ങനെ വിവാഹിതരായി മറ്റൊരു രാജ്യത്ത് ചെന്ന് സുഖമായി ജീവിതം ആരംഭിച്ചു. രഹസ്യം സൂക്ഷിച്ച പെണ്ണിന് രഹസ്യം സൂക്ഷിച്ച പുരുഷനെ ഭർത്താവായി ലഭിച്ചു. നല്ലവരായ ആ ദമ്പതികൾക്ക് 3 കുട്ടികൾ ജനിച്ചു. എന്നാൽ ആ സന്തോഷവും കൂടുതൽ കാലം നീണ്ടുനിന്നില്ല. നല്ലവർക്കാണല്ലോ കൂടുതൽ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരിക. ഭർത്താവ് മരണത്തിന് കീഴടങ്ങി. അവർ വിറക് വെട്ടുന്ന തൊഴിൽ ചെയ്ത് അനാഥരായ മക്കളെ പോറ്റി വളർത്തി. എന്നാൽ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഏകദൈവ വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രാജാവ് ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തു. സത്യവിശ്വാസത്തിന്റെ പേരിൽ ആ സ്ത്രീയും പിടിക്കപ്പെട്ടു. സത്യവിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ രാജാവും കിങ്കരന്മാരും അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഭീഷണികളൊന്നും ആദ്യ ഭർത്താവിൽ നിന്നും ലഭിച്ച ഈമാനിക വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പോന്നതായിരുന്നില്ല. പ്രാകൃതമായ ശിക്ഷകളായിരുന്നു സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടതായി വന്നത്. രാജകിങ്കരന്മാർ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു. മഹദിയുടെ മൂത്ത കുട്ടിയെ ചെമ്പിനടുത്തേക്ക് കൊണ്ടുവന്നു. സത്യവിശ്വാസത്തിൽ നിന്നും മാറിയില്ലെങ്കിൽ കുട്ടിയെ ഇതിലിടാൻ പോകുന്നു രാജകൽപ്പന വന്നു. മഹദി വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവർ കുട്ടിയെ തിളച്ചുമറിയുന്ന ചെമ്പിലേക്ക് എടുത്തെറിഞ്ഞു. മഹദിയുടെ വിശ്വാസത്തിൽ മാറ്റമില്ല എന്നു കണ്ടവർ രണ്ടാമത്തെ കുട്ടിയെയും ചെമ്പിലേക്കെറിഞ്ഞു. ഇനിയുള്ളത് ഏറ്റവും ചെറിയ മോനാണ്. ഇത്തവണ പുത്രസ്നേഹത്താൽ മഹദി അല്പം പിന്നിലേക്ക് മാറിയോ എന്ന സംശയം. എന്നാൽ സംസാരപ്രായം പോലും എത്തിയിട്ടില്ലാത്ത കുഞ്ഞ് സ്ഫുടമായ ഭാഷയിൽ സംസാരിച്ചു. ഉമ്മ, എന്നെ അതിൽ എറിഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും പിന്മാറരുത്. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. ഇസ്ലാമികമായ ചരിത്രത്തിൽ തൊട്ടിയിൽ കിടക്കുന്ന പ്രായത്തിൽ സംസാരിച്ച കുട്ടികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈസാ നബി അലൈഹിസ്സലാമായിരുന്നെങ്കിൽ മറ്റൊന്ന് ഈ കുട്ടിയായിരുന്നുവെന്ന് ചരിത്രത്തിൽ പണ്ഡിതന്മാർ ഉല്ലേഖനം ചെയ്തു വെച്ചതായി നമുക്ക് കാണാം. അവസാനം മഹദിയുടെ ഊഴമെത്തി. ചെമ്പിലേക്കെറിയും മുമ്പ് ഭടന്മാർ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അന്ത്യാഭിലാഷമുണ്ടോ? മഹദി പറഞ്ഞു, എന്നെയും എന്റെ മക്കളെയും എന്റെ ഭർത്താവിന്റെ ഖബറിനടുത്തായി മറവ് ചെയ്യണം. മഹദിയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. അവരെല്ലാം അതിനടുത്തായി തന്നെ മറവ് ചെയ്യപ്പെട്ടു. കഥ കേട്ട് കോരിത്തരിച്ചിരുന്ന പ്രവാചകന്റെ തോളിൽ തട്ടിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലയോ നബിയെ, അവരുടെ ഖബറുകളിൽ നിന്നടിച്ചു വീശുന്ന പരിമളമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം കഥ പറയൽ അവസാനിപ്പിച്ചു. ഖിദർ നബി അലൈഹിസ്സലാമിന് അന്ത്യനാൾ വരെ ആയുസ് കിട്ടിയതിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഐനുൽ ഹയാത്ത് എന്നൊരു തടാകമുണ്ടത്രേ ഭൂമിയിൽ. അതിലെ വെള്ളം ആരെങ്കിലും കുടിച്ചാൽ അവന് കിയാമത്ത് നാൾ വരെ ആയുസ്സുണ്ടാകും എന്നാണ് വിശ്വാസം. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായം. രാജകൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ ശേഷം ഈ തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ചതിനാലാണ് ഖിദർ നബി അലൈഹിസ്സലാമിന് അന്ത്യനാൾ വരെ ആയുസ്സുണ്ടായത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്.